Hi guys, what's up? ആക്ച്വലി ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഈ ചാനൽ തുടങ്ങിയതിൽ കേട്ടോ. അപ്പോൾ ചാനൽ തുടങ്ങാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. ഓക്കെ, പിന്നെ എനിക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ. ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ I can do so many things. Okay, and I need to show you so many things like AI-based problem solving. അങ്ങനെയാണ് ഒരു AI ടൂൾ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന റിയൽ വേൾഡ് പ്രോബ്ലംസ്, ഓക്കെ, റിയൽ ലൈഫ് പ്രോബ്ലംസ്, അത് സോൾവ് ചെയ്യാനാണ് എല്ലാ സെക്ഷൻസിലും നോക്കുക. ഇപ്പോൾ കോഡർ ആണെങ്കിലും ലൈക്ക് പ്രോഗ്രാമർ ആണെങ്കിലും എല്ലാവരും നോക്കുക എന്താ, ഹൗ ടു സോൾവ് റിയൽ വേൾഡ് പ്രോബ്ലം. നമ്മുടെ മുന്നിൽ കിട്ടുന്ന പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമ്മൾ പ്രീഡിഫൈൻഡ് ആയിട്ട് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും പ്രോഗ്രാമൊക്കെ എഴുതാൻ അറിയും, ബട്ട് ഒരു സ്പെസിഫിക് ടാസ്ക് മാത്രമേ അവർ മനസ്സ് കൊണ്ടെടുക്കുള്ളൂ. ലൈക്ക് ഫിബൊനാച്ചി സീരീസ് കണ്ടെത്തുക, പിവോട്ട് വാല്യൂ കണ്ടെത്തുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, സോർട്ട് ചെയ്യാം, എ ടു സെറ്റ് ടു എ സോർട്ട് ചെയ്യാം, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് എക്സാംസ്, ഇതെല്ലാം ശരിക്കും കോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടുന്ന റിയൽ വേൾഡ് പ്രോബ്ലം, അതായത് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് വിചാരിക്കാം. അപ്പൊ ആ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഡിജിറ്റൽ സൈഡിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ലൈക്ക് ബാനർ ക്രിയേഷൻസ്, അതിനുള്ള ബ്രൗസർ ക്രിയേഷൻസ്, പിന്നെ ഇന്റീരിയർ ഡെക്കറേഷൻസ്, ഓക്കെ, പിന്നെ മാർക്കറ്റിംഗ് സൈഡ്, ഇപ്പോൾ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ പേജ് ക്രിയേറ്റ് ചെയ്യാം, അതുവഴി ഇവരെ പ്രൊമോട്ട് ചെയ്യുക, പ്രൊമോഷൻ മെത്തേഡ്സ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതാണ് റിയൽ വേൾഡ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ ഇതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഓരോരോ സൈഡായിട്ട്, ഇപ്പോൾ വെബ്സൈറ്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഡെവലപ്പറെ ഹയർ ചെയ്യണം, ഇന്റീരിയർ ഡിസൈൻസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസൈനറെ ഹയർ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതെല്ലാം ഇപ്പോഴത്തെ സീസണിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് തന്നെ ചെയ്യാം. നമുക്കൊരു എക്സ്റ്റേണൽ ഒരാളെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു സ്കിൽസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ചെറിയൊരു നോളജ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ പ്രോബ്ലംസ് എങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് ആയിട്ട് എഴുതുക എന്നുള്ള ഒരു ഐഡിയയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കും. നമുക്ക് നമ്മുടെ ടോപ്പിക്സിലോട്ട് പോവാം. ഈ സീരീസിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ലവബിൾ തന്നെയാണ്. അറിയാലോ, ലവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI ബേസ്ഡ് വെബ്സൈറ്റ് ബിൽഡർ ആണ്. വിത്തൗട്ട് കോഡിംഗ് നോളജ് എവരിവൺ കാൻ ഡു വെബ്സൈറ്റ് ക്രിയേഷൻസ്, portfolio creations, so many things. Okay, so on and so forth. So നമുക്ക് let's dive to our window, that is Chrome browser. എപ്പോഴും ശ്രദ്ധിക്കുക, തിരഞ്ഞെടുക്കുന്ന ബ്രൗസർ എപ്പോഴും നല്ലൊരു ബ്രൗസർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെയിൻലി നിങ്ങൾക്ക് ക്രോം യൂസ് ചെയ്യാം, കാരണം ക്രോമിലാണ് കൂടുതൽ എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വെബ് സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട്. ഇതിന്റെ സ്ക്രീനൊക്കെ റെക്കോർഡഡ് ആണ്. ഓക്കെ, നൗ ഇറ്റ്സ് റെക്കോർഡിങ്. സ്ക്രീനൊക്കെ അടിപൊളി റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് ഞാൻ പിന്നെ ചെയ്ത കോഴ്സ് ചെയ്ത കമ്പനിയുടെ ഒരു സൈറ്റാണ്. ഇത് അവരുടെ ജോബ് ഓറിയന്റഡ് സൈറ്റാണ്. ഓക്കെ, ജാപ്പ് എന്നാണ് പറയാം. അപ്പോൾ ജാപ്പിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ജോബ് ഓറിയന്റഡ് പ്രോഗ്രാം എന്നാണ്. അപ്പോൾ ഇതിൽ ഇവര് ഒരു 10-60ഓളം കോഴ്സുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ റേറ്റ് ആണ്, ഒരു 4K rupees ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവര് കംപ്ലീറ്റ് ജോബ് അസിസ്റ്റൻസ് തരും. നോട്ട് ചെയ്യുക, ജോബ് അസിസ്റ്റൻസ് ആണ് തരുന്നത്, ജോബ് അഷ്യൂറൻസ് അല്ല തരുന്നത്. പക്ഷേ ഈ അസിസ്റ്റൻസിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ജോബും
കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരും. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ പാനലാണ്. അപ്പോൾ എനിക്കിപ്പോൾ അവർ ഓഫർ ചെയ്തിരിക്കുന്ന കുറേ ജോബുകളുടെ ലിസ്റ്റാണ് ഇവിടെ ഉള്ളത്. ഹൈദരാബാദിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. അപ്പോൾ എൻ്റെ നീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെടുത്ത കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം, ഇപ്പോൾ മുംബൈയിൽ എനിക്കൊരു വർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ഹിന്ദി. പക്ഷെ എനിക്ക് ഹിന്ദി എത്ര പോരാത്തതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ എറണാകുളത്ത് ഞാൻ കേരളക്കാരനാണല്ലോ. അപ്പോൾ എൻ്റെ നാട്ടിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എറണാകുളത്തൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല, വേറെ കുറേ ജോബ് പോസ്റ്റാണ് വന്നിട്ടുള്ളത്. ലൈക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ലോജിസ്റ്റിക്സ്, ഗ്രാഫിക് ഡിസൈൻസ്, ഡാറ്റാ സയൻസ്. ഓക്കെ, അപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ലോജിസ്റ്റിക്സിലും ഡാറ്റാ സയൻസിലും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് വന്നിട്ടുള്ളത്. കണ്ണൂരിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ഈ ഒരു ജോബ് ഓറിയന്റഡ് സൈറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മളൊരു ജോബ് കണ്ടെത്തുക. ഓക്കെ, ഇതിന് ഇവിടെ ഒരു ജോബ് ID എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ ഇത് ഒരു ജോബ് ID എന്ന് പറഞ്ഞ സംഭവം. ഈ ഒരു ID നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവരൊരു പാനലുണ്ട്, കസ്റ്റമർ കെയർ പാനലുണ്ട്. ആ പാനലിലോട്ട് വിളിച്ചിട്ട് 24 hours അവൈലബിലിറ്റി ഉള്ള ഒരു കസ്റ്റമർ പാനലാണ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് ഈ ജോബ് ID ഇതിൻ്റെ ലൊക്കേഷനും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഫർദർ തിങ്സ് അവർ പറഞ്ഞു തരും. ഇങ്ങനെയൊക്കെയാണ് ഈ ജോബിന് അറ്റൻഡ് ചെയ്യേണ്ടത്, ഇന്റർവ്യൂ ഷെഡ്യൂളിങ് കാര്യങ്ങളൊക്കെ അവർ അതിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ വയനാട്ടുകാരനാണ്. ഇപ്പോൾ വയനാട്ടിൽ എനിക്ക് ഒറ്റ പോസ്റ്റ് കിട്ടിയിട്ടുള്ളൂ, അല്ല സോറി, ഇവരൊരു പോസ്റ്റ് കിട്ടിയിട്ടുള്ളൂ, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പെൺപിള്ളേർക്കൊക്കെ നല്ല പിന്നെ ഒരു പോസ്റ്റാണ്. സെലിബ്രിറ്റികളെ പോയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് അവരെടുത്ത് അല്ല കാശ് കിട്ടുന്ന പരിപാടിയാണ്. ബാംഗ്ലൂർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, അതൊരു ഇന്റേൺഷിപ്പ് ആണ്. അപ്പോൾ ഇവിടെ ഇതും ശ്രദ്ധിക്കുക, ചിലത് ഇന്റേൺഷിപ്പ് ആയിരിക്കും, ചിലത് വർക്ക് അറ്റ് ഓഫീസ് ആയിരിക്കും, ചിലത് വർക്ക് അറ്റ് ഹോം ഉണ്ടാവും. കുറേ വർക്ക് അറ്റ് ഓഫീസാണ്, ഇതിലെവിടെയെങ്കിലും വർക്ക് ഫ്രം ഹോം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ വർക്ക് ഫ്രം ഹോം ഒന്നും കാണുന്നില്ല, കൂടുതലായിട്ട് വർക്ക് അറ്റ് ഓഫീസ്. അതാ ബാംഗ്ലൂരിൽ വർക്ക് ഫ്രം ഹോം ഉണ്ട്. അപ്പോൾ ഈ ഇന്റേൺഷിപ്പ് എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്. ഓക്കെ, ഞാൻ 30 ഇന്നും കൂടി ഉള്ളൂ ലാസ്റ്റ് ഡേറ്റ്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ടീമിനെ വിളിച്ചിട്ട് ഞാൻ പറയും എനിക്ക് ഈ ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഒരു കോഴ്സ് ഒരു 50% കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾക്ക് ഈ കോഴ്സിന് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇതിന് മുന്നേ നിങ്ങൾക്ക് അറിയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇവരെ വിളിച്ചിട്ട് പറയാം എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം, അപ്പോൾ എനിക്ക് ഈ ജോബിന് താല്പര്യമുണ്ടെന്ന് പറയും. അങ്ങനെയും നിങ്ങൾക്ക് ഈ ജോബിലോട്ട് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. കോഴ്സ് തുടരുമ്പോൾ തന്നെ എൻ്റർ ചെയ്യാം. കോഴ്സ് കഴിഞ്ഞിട്ട് 5 years ആയിട്ട് ഒരു വാലിഡിറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്യാൻ. പിന്നെ 2 സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പ്രൊജക്റ്റ് ആണ് ആസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് candidate. I got a project like internship to make a website on a video. Okay, video channel like the tutorial channel. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കുറച്ചും കൂടി ബെറ്റർ ആണ്, കുറച്ച് പാസീവ് ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യാം, കാശ് കുറച്ച് ഉണ്ടാക്കാം, അങ്ങനത്തെ രീതിയൊക്കെ മനസ്സിലായി. അപ്പോൾ നമുക്ക് നമ്മളെ സെക്ഷൻസിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് സെക്ഷൻ 1 പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ ChatGPT എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു ടൂളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ChatGPT മാതിരി ടൂളാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജെമിനായി. അപ്പോൾ ജെമിനായി എന്ന് പറഞ്ഞൊരു ടൂള് സെയിം ലൈക്ക് ChatGPT മാതിരി ടൂളാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ജെമിനായി
അതിനുള്ള റിപ്ലൈ തരും. ഓക്കെ, നമുക്കിന്ന് ജെമിനിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോളൂ. അപ്പൊ ഞാൻ ലവബിളിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഹായ് പറഞ്ഞ് തുടങ്ങാം. അതിവിടെ സ്കിപ്പ് ചെയ്താൽ മതി. Hi there, how can I help you today? Gemini reply to me. Okay. അപ്പോൾ നമുക്ക് വിൽ ടൈപ്പ് അവർ നെക്സ്റ്റ് ഫോം. Do you know about lovable.ai? Yes. അപ്പോൾ ജെമിനി റിപ്ലൈ തന്നിട്ടുണ്ട്. Yes, I do. I can tell you about lovable.ai. Okay. It's an AI-powered app development platform that lets you build entire web application using natural language form. Think of it having superhuman full stack engineer that's build your app for you. അപ്പോൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എങ്ങനെയാണോ നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കോഴ്സ് സെല് ചെയ്യാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ പ്രോഡക്റ്റ് നമുക്ക് സെല് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നെ ലൈക്ക് ക്ലയന്റ് ബേസ്ഡ് പ്രോജക്റ്റ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത് 100% ജെന്യൂനാലിറ്റി ഉണ്ട്, കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്, പിന്നെ ഇന്റഗ്രിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന്റെ കേസിൽ കൂടുതലായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. കോൺഫിഡൻഷ്യാലിറ്റിയും ഇന്റഗ്രിറ്റിയൊക്കെ. ഓക്കെ, പിന്നെ റോബസ്റ്റ്നെസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിസ്ക്രൈബ് യുവർ ആപ്പ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യണ്ടേ? After you open the panel, you should do these three things. First, describe your apps. The second, AI generates the code and see the results. ഇത്രയേ ഉള്ളൂ നമ്മളെ കാര്യങ്ങൾ. നമ്മളെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ AI അതിനുള്ള കോഡ് ജനറേറ്റ് ചെയ്യും. പിന്നെ അതിന്റെ റിസൾട്ട്സ് പെട്ടെന്ന് ഇൻസ്റ്റന്റ്ലി പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇമ്പോർട്ടൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഫുൾ സ്റ്റാക്ക് ആപ്പ് ഇന്റഗ്രേഷൻസ് ഇത് നടക്കും. ഓക്കെ, പിന്നെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് NLP. അപ്പൊ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് NLP എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഗൂഗിളിന്റെ അകത്ത് നടക്കുന്ന ഒരു ഡാറ്റാബേസ് പ്രോസസ്സിംഗ് സിസ്റ്റമാണ്. ഓക്കെ, ലൈക്ക് എ റോബോട്ട്. അപ്പൊ NLP കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ആയിട്ടില്ല, പ്രോഗ്രസിംഗിലാണ്. ശരിക്കും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ നോക്കിയാൽ അറിയാം. NLP എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്തിട്ടാണ്, ആ ഒരു ഫീച്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മളെ ക്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സൈറ്റിന്റെ പേരൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഗൂഗിൾ അതിന്റെ കീവേഡ്സിനൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള റിസൾട്ട് ഒക്കെ സെർച്ച് ചെയ്തത് ഇതിനാണ് ക്രോളിംഗ് പറയുന്നത്. മനസ്സിലായി? നമ്മളിപ്പോ ജസ്റ്റ് ഹോട്ടൽസ് എന്നൊക്കെ അടിക്കുമ്പോഴേക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത്രയും വലിയ ക്രോളിംഗ് നടക്കുന്നുണ്ട്. സെർച്ച് ചെയ്യുന്നുണ്ട്, ഗൂഗിളിന്റെ റോബോട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. എവിടെയാണ് നമ്മൾ ഓരോരോ സ്പെല്ലിംഗ് വെച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് പോകുന്നത്, എന്താണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ അതിനാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. പിന്നെ GitHub ഇന്റഗ്രേഷൻസ് ഉണ്ട്. GitHub എന്താണെന്ന് അറിയാലോ അല്ലെ? നിങ്ങൾ കോഡ് നിങ്ങൾക്ക് ക്ലൗഡിലെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം, എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതിങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് GitHub. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഡെവലപ്പർ ഫ്രണ്ട്ലി ആണ്. നല്ലൊരു യൂസർ ഇന്ററാക്ഷൻസ് അവൈലബിലിറ്റി ഉള്ള ഒരു ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു മോഡൽ വോയിസ് വിസ്റ്റ എന്നുള്ളൊരു സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഫുള്ളി കംപ്ലീറ്റഡ് അല്ല, ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റില്ല, എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തത് കേട്ടോ. പിന്നെ ഇൻ്റഗ്രേഷൻസ് ഉണ്ട്. അപ്പോൾ അതായത് നമുക്ക് പേയ്മെന്റ് ഇൻ്റഗ്രേഷൻസ് നടത്താം, ഡാറ്റാബേസ് ഓതന്റിക്കേഷൻസ് നടത്താം. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് ഓതന്റിക്കേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു.
അതെങ്കിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഇത് എൻ്റെ സൈറ്റാണ്, ക്രേസി ഡോട്ട്, അതായത് ഹോളിസ്റ്റിക് റേസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ആണിത്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തത് ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ആണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇവിടെ നൈസ് ആനിമേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കിവിടെ വേറൊരു ആനിമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആനിമേഷൻസിൽ ഇവിടെ മൗസ് വീൽ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഇത് ഒരു തേർഡ് പാർട്ടി സോഴ്സ് ആണ്. അത് ആ സോഴ്സിൽ നിന്നാണ് ഞാൻ ഈ കോപ്പി കോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊരു വീഡിയോ അല്ല, ഇതൊരു ഓൾറെഡി മെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ആനിമേഷൻസ് ആണ്. ഇതിൻ്റെ സൈറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്പ്ലിൻഡർ സ്പ്ലൈൻ എന്ന് പറഞ്ഞ സ്പ്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് കേട്ടോ. സ്പ്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇവിടെ നമുക്ക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സെക്ഷൻസ് ഉണ്ട്. ഇവിടെ ഇതാണ് ഞാൻ ഓൾറെഡി ഇപ്പോൾ നമ്മളെ സൈറ്റിൽ കണ്ടിട്ടുള്ള അവൈലബിൾ ആനിമേഷൻസ്. ഇത് വേറൊരു ആനിമേഷൻസ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ സൈറ്റിലൊക്കെ ഒരു പ്രീമിയം ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമ്മൾ കോഡ് എഴുതിയിട്ട് ഡെവലപ്പ് ചെയ്യാന്നുള്ളൊരു മെൻറ്റാലിറ്റി ആണ് ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ല ടൈമിംഗ് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ മൗസ് തിരിക്കുന്നതിനനുസരിച്ചിട്ട് ആ റോബോട്ട് ഇങ്ങനെ അതിനോട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. എവിടെയാണ് എൻ്റെ മൗസിൻ്റെ പോയിന്റർ ഉള്ളത് ആ പോയിന്ററിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ജസ്റ്റ് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റീമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റ്സിൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്കിത് ഗെറ്റ് ടച്ച് എന്നുള്ള ബട്ടൺ എനിക്ക് ആവശ്യമില്ല. നമുക്ക് പ്രീ ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു ഈ ബട്ടൺസ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഹൈഡ് ചെയ്തിടും. ബട്ടൺ അവിടെ പോയില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. എക്സ്പോർട്ടിൽ വ്യൂവർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. ഈ കോഡ് നമ്മൾ കോപ്പി ചെയ്യും. ഇവിടെ നമ്മൾ ഈ കോഡ് എടുത്തിട്ട് കോപ്പി ചെയ്യും. എന്നിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യും, ഇതാണ് നമ്മൾ പുറത്തുള്ള ആനിമേഷൻസ് ഒക്കെ HTML വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ്, എലമെന്റ് ആണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. H1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിങ് എന്ന് പറഞ്ഞില്ല. അപ്പൊ അതുപോലെ തന്നെ സ്ക്രിപ്റ്റിന്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതുക. അപ്പൊ ഇതിന് കംപ്ലീറ്റ്ലി കോഡ് ചെയ്തു കോപ്പി ചെയ്യും. ഈ കോപ്പി ചെയ്ത കോഡ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ HTML പേസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മളിവിടെ പ്രോംപ്റ്റിൽ പേസ്റ്റ് ചെയ്യും. ഈ ഒരു ആനിമേഷൻ ഇന്ന സെക്ഷൻസിലോട്ട് വരണം. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഹിസ്റ്ററി നോക്കിയാൽ വേണ്ടി കാണാൻ വേണ്ടി പറ്റും. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക, ലോഗിൻ ചെയ്യാം. അപ്പോൾ കോട്ടിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ സൈറ്റ്. ഓക്കെ, ലൈക്ക് വിസിബിൾ ആയതല്ലേ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററി പോയാൽ വേണ്ടി കാണാൻ വേണ്ടി പറ്റും. ഞാൻ കോപ്പി ചെയ്ത കോഡ് ഇതാണ്, ആ കോപ്പി ചെയ്ത കോഡ്. ഓക്കെ, സോഴ്സ് എന്ന് പറഞ്ഞുള്ള ഒരു പിന്നെ ഇതാണ് ഇതിന്റെ സോഴ്സ്. HTTPS my.spy എന്ന് പറഞ്ഞ സയൻസിൽ ഈ ഒരു ഡിസൈൻസ്, ഇതാണ് ആ ഡിസൈൻസിന്റെ എംബഡഡ് കോഡ് എന്നാണ് ഇതിന് പറയുക കേട്ടോ. അപ്പൊ ഈ ഒരു കോഡ് ഞാൻ എന്ത് ചെയ്ത് കോപ്പി ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് ഉണ്ടോ ഗൂഗിൾ വെരിഫിക്കേഷൻസ് ഞാൻ ചോദിച്ചു is it possible to add the Google search console, search console console verifications. I will add this spline animation to the hero sections and make it responsive for both tablets and mobile devices. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് prompt area add this animation to the header sections. I just need to add the right top of the EPA sections also convert the animation store. Okay, അത് ഹോം പേജ് എന്നായിരുന്നു, പക്ഷെ അത് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ അത് ഓൾറെഡി നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി സ്റ്റോർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കൺവേർട്ട് ദിസ് ആനിമേഷൻ കോഡ് ടു ദ സ്യൂട്ടബിൾ റെസ്പോൺസിബിൾ ഓഫ് ദ ബോത്ത് ടാബ്ലറ്റ്സ് ആൻഡ് മൊബൈൽ വ്യൂ. അപ്പോൾ ഇതും കൂടി നിങ്ങൾ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ മൊബൈൽ വ്യൂവിൻ്റെ റെസ്പോൺസീവ്നെസ്സും ടാബ്ലറ്റ്സിൻ്റെ റെസ്പോൺസീവ്നെസ്സും കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് ഡിഫറെൻറ്റ് കോഡിലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ ഈ ഒരു ആനിമേഷൻ്റെ വിഡ്ത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ വേണ്ടി കാണാം. ഞാൻ ഈ ഒരു വിൻഡോ ഹൈഡ് ചെയ്യാണ്. അതിൻ്റെ നേരെ ടാബ്ലറ്റ് സ്പീഡിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ സ്ക്രീൻ സൈസ് കുറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ആദ്യം ഡെസ്ക്ടോപ്പിൽ റൈറ്റ് സൈഡിലായിരുന്നു ഈ ഒരു ആനിമേഷൻ അപ്പിയർ ആയിട്ടുള്ളത്. ടാബ്ലറ്റ്സ് മോഡിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ടോപ്പിലോട്ട് അപ്പിയർ ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ടോപ്പിലോട്ട് അപ്പിയർ ആയിട്ടുണ്ട്. അതേമാതിരി തന്നെ മൊബൈൽസിലും ടോപ്പിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മൊബൈൽ ഇന്റർഫേസ് വെച്ചിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. നമ്മൾ കോഡ് ചെയ്ത് വെറുതെ ഒരു ആനിമേഷനിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കോഡുകൾ കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വർക്കിംഗ് കിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്, ഒരു പ്രോംപ്റ്റിംഗ് ചെയ്യാൻ നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്രോംപ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എനിക്കൊരു വെബ്സൈറ്റ് വേണം. അപ്പോൾ ഓക്കെ, അവരൊരു വെബ്സൈറ്റ് തരും. ഇപ്പോൾ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഇന്ന ഡിസൈൻസ് വേണം, എനിക്ക് പിന്നെ ഒരു ബട്ടൺ വേണം എന്ന് പറയുന്നു. അപ്പോൾ ഒരു ബട്ടൺ പറയും, പക്ഷെ അത് എവിടെയെങ്കിലും ആയിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആ ബട്ടണ് പിന്നെ വെബ്സൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോ കോർണറിലൊക്കെ പിന്നെ കോർണറിൽ വേണം, ഈ ഒരു സെക്ഷൻസിൻ്റെ അടിയിൽ വേണം, ഈ ക്രൈറ്റീരിയയിൽ പിന്നെ വരുന്ന ബട്ടൺസാണ്. ആ ബട്ടൺസിന് ആനിമേഷൻസ് വേണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുമ്പോഴേ അതിനനുസരിച്ച് നമുക്കുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇതിനാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഇപ്പോൾ വളരെ വാല്യൂ ഉള്ള ഒരു പോസ്റ്റാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. കാരണം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് എല്ലാ കാര്യങ്ങളും സിമ്പിളാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എന്നാൽ അവനക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ട. ഓക്കെ, ഇതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയത്തില്ല. അപ്പോൾ ലൈക്ക് ഒരു ന്യൂ കമ്പർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പ്ലൈൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇതുപോലത്തെ കുറേ ടൂൾസുകൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. സ്പ്ലൈൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറൊരു ക്ലാസ്സിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അബോധ എന്ന് പറഞ്ഞിട്ടുള്ള അത് നമ്മൾ കണ്ടല്ലേ, ഞാൻ ചെയ്യുന്ന കോഴ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. പിന്നെ റീസെറ്റ് യുവർ പാസ്വേഡ് വേറെ സംഭവമാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ ഒരു വെബ്സൈറ്റ് ത്രൂ നമ്മൾ കണ്ടില്ലേ, എങ്ങനെയാണ് റിലേഷൻസ് ഒക്കെ നടക്കുക, കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് മനസ്സിലായി. അപ്പോൾ അടുത്ത് നമുക്ക് ജെമിനയിലോട്ട് വീണ്ടും പോവാം. പിന്നെ ഓൾറെഡി നമ്മളിവിടെ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ജെമിനൈനോട് ചോദിക്കുകയാണ്. അപ്പോൾ ജെമിനൈ നമുക്ക് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ലവബിൾ എ ആസ് എ ഫ്യൂ പ്രൈസിങ് ടയേഴ്സ്. നിങ്ങൾക്കറിയാം ഡെയിലി 5 പ്രോംപ്റ്റ് ആണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ 5 പ്രോംപ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണത്
യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഏകദേശം ഒരു ഇൻട്രോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലൈക്ക് നമ്മൾ ChatGPT കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് ഒരു ബിഗ് പ്രോംപ്റ്റ് നമ്മൾ ഒരു പ്രോംപ്റ്റ് ആയിട്ട് മാറ്റി. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ ആവശ്യങ്ങൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് അതിൽ ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് ആക്കിയിട്ട് ഒരു സിംഗിൾ പേജ് കോഡ് ആക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഇംപ്ലിമെന്റ് വേണ്ടി പറ്റും. അപ്പം അങ്ങനെയാണ് നമ്മൾ മാക്സിമം നമ്മളെ പ്രോംപ്റ്റ് പിന്നെ യൂട്ടിലൈസേഷൻ നടത്തുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിനോട് വെബ്സൈറ്റിന് ടൈപ്പ് ചെയ്ത് അപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനോട് ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് അതിനോട് ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് പിന്നെ അതിന് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് എടുത്ത് അപ്പോൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലോട്ട് ഈ സൈറ്റിനെ എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ജെമിനി പറഞ്ഞു മനസ്സിലായത്. പിന്നെ മെസ്സേജ് ഓർ ക്രെഡിറ്റ്സ് രണ്ട് മോഡല് പ്രോംപ്റ്റിംഗ് ഉണ്ട്. ഒന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മളെ കമ്പനിയിലോട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു എങ്ങനെയാണ് ചാറ്റിങ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മേജർ ഇഷ്യൂസ് നമ്മുടെ സൈറ്റിലോട്ട് കടന്നു വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ടീമിനോട് ചാറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് പ്രോംപ്റ്റ് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചാറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ പ്രോബ്ലം എന്താണ് ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം. പിന്നെ പ്രീ പ്ലാനിൽ ഇത്രയും കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ലിമിറ്റഡ് നമ്പർ ഓഫ് ക്രെഡിറ്റ്സ് പെർ ഡേ ഓർ മന്ത്. അപ്പോൾ ഒരു മാസത്തിലോ ഒരു ദിവസത്തിലോ ഇത്ര ലിമിറ്റേഷൻസ് ഉണ്ട്. അൺലിമിറ്റഡ് പബ്ലിക് പ്രൊജക്ട്, അതായത് നിങ്ങൾക്ക് പിന്നെ പ്രൊജക്ട് പബ്ലിഷ് ചെയ്യാൻ അൺലിമിറ്റഡ് ആണ്. ഓക്കെ, വൺ ക്ലിക്ക് ഡിപ്ലോയ്മെന്റ്, അതായത് ഇപ്പോൾ ഒരു പബ്ലിഷ് എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ പബ്ലിഷ് ആവും ഡിപ്ലോയ്മെന്റ്. പിന്നെ ജിറ്റ്ഹബ് സിങ്ക്രണൈസേഷൻസ്, അതായത് ജിറ്റ്ഹബിലോട് നിങ്ങൾക്ക് പ്രൊജക്ട് പിന്നെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രോ പ്ലാനിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. $25 ആണ് പെർ മന്ത്. അപ്പോൾ എത്രയാണ് $25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ, കറക്റ്റ് എക്സാക്ട് വാല്യൂ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ USD to INR എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ 85 rupees ആണ് ഒരു ഡോളർ എന്ന് പറയുന്നത്. അതിവിടെ നമ്മൾ 25 കൊടുത്തു കഴിഞ്ഞാൽ 2137 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇന്നത്തെ റേറ്റ് അനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടി വരും, അതായത് പ്രോ സീരീസ്. അപ്പോൾ നിങ്ങളൊരു ഏജൻസി ഒക്കെ തുടങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പും കൂടിയാണ് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത്. അത് ഈ ഒരു പേരിൽ തന്നെയാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ സൈറ്റിലോട്ട് നിങ്ങൾക്ക് പോയാൽ കാണാൻ വേണ്ടി പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആണ് വിത്ത് AI പ്രൊവൈഡ്. അപ്പോൾ ഇതിൽ മേലെ തന്നെ ഉണ്ടാവും ട്രാൻസ്ഫോം യുവർ ഡിജിറ്റൽ പ്രസൻസ് വിത്ത് AI പ്രൊവൈഡ് മാർക്കറ്റിംഗ്. ഇതാണ് എൻ്റെ സ്ട്രാറ്റജീസ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനോട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി കമ്പനി തുടങ്ങാനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റൈൽസ് ഇപ്പോൾ പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ അതിൻ്റെ ബേസിലോട്ടാണ് പോകുക. അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റാണ് ക്രിയേറ്റ്. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് SEO ഒപ്റ്റിമൈസേഷൻസ് എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ. അപ്പോൾ വേറെ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിന് AI വെച്ചിട്ട് തന്നെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും, ഓട്ടോമേഷൻസ് നടത്താൻ വേണ്ടി പറ്റും, ഇത്ര കസ്റ്റമേഴ്സ് ഇത്ര ലീഡ്സ് അതിലോട്ട് ജനറേറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. അതിനുള്ള ടൂൾസ് ഒക്കെ ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. പിന്നെ അടുത്തത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. തന്നെ മാർക്കറ്റിംഗ് സെയിം തന്നെയാണ്, ക്യാമ്പയിൻസ്, അതുപോലെ ടാർഗറ്റ് ഓഡിയൻസ്. ഇതിലോട്ടൊക്കെ നമ്മൾ നിങ്ങളിവിടെയാണ് നിങ്ങളെ ബിസിനസ് ചിലപ്പോൾ സിംഗപ്പൂർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ സിംഗപ്പൂരാണ്, അല്ലെങ്കിൽ ബിസിനസ് ഇവിടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഓഡിയൻസിനെ നിങ്ങൾക്ക് മതി, കാരണം നിങ്ങൾ അവിടെയാണ്, കാരണം ബിസിനസ് ഇവിടെയാണ്. ഓക്കെ, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പ്രൊഡക്റ്റിന് നമുക്ക് ഇന്ത്യൻ ഓഡിയൻസിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എനിക്ക് ആ വർക്ക് കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഒരു ക്ലയൻറ്റ് ബേസ്ഡ് വർക്കാണ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവർക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ടാർഗറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഓഡിയൻസിനെ കാണിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എന്തൊരു കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതിന് പിന്നെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടാർഗറ്റിനെ നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ അതാണ് ടാർഗറ്റ് പിന്നെ ഫൈൻഡിങ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ബ്രാൻഡ് അവയർനെസ് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം നമ്മളൊരു അവയർനെസ് സ്റ്റേജിലാണ് എല്ലാവരെയും അപ്രോച്ച് ചെയ്യുക അല്ലേ. ഈ പ്രൊഡക്റ്റ് ഇങ്ങനെയൊക്കെയാണ്, ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എങ്ങനെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം യൂസ് ചെയ്യുക. പിന്നെ ഒരു അവയർനെസ് മോഡലാണ്. പിന്നെയാണ് നമ്മൾ അതിന് കൺവേർഷൻ നടക്കുന്നത്, കസ്റ്റമറായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത്. പിന്നെ ഇതാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണ് അടുത്ത സെക്ഷൻസ്. നിങ്ങൾക്ക് AI ബേസ്ഡ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോഗ്രാഫി, ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോഗ്രാഫി എനിക്ക് കംപ്ലീറ്റ്ലി AI ബേസ്ഡ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഞാൻ അടുത്ത സെക്ഷൻസിൽ വരുന്നുണ്ട്. അടുത്ത സെക്ഷൻസിൽ മുതൽ എനിക്ക് നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കാണാൻ വേണ്ടി പറ്റില്ല, എൻ്റെ അവതാസ് ഇക്കാര്യം ടോക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോണ്ടന്റ് തരുന്നത്, അതിന് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസോ പോസ്റ്ററോ ഇമേജസോ ഇനി ബ്ലോഗോ വെബ്സൈറ്റ്സോ ആപ്ലിക്കേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊക്കെ കോണ്ടന്റ് ആണ്. പിന്നെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അവരൊക്കെ ഡയറക്റ്റ്ലി കൊളാബറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെറ്റപ്പുകളുണ്ട്. അപ്പോൾ അതിനാണ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ PPC അഡ്വർടൈസിങ്, അത് പേപ്പർ ക്ലിപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. മാക്സിമം ROI പറഞ്ഞ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് അതിൻ്റെ എക്സ്പെൻഷൻസ്. അതായത് നിങ്ങളെ ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പൈസ റിട്ടേൺ കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട് മാർക്കറ്റിംഗ് സൈഡിലൊക്കെ. അതൊരു പ്രോ ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ സർവീസസ്, ഏജൻസി ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള സർവീസസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക. നിങ്ങളെ പിന്നെ ക്ലയൻറ്റിന് ബേസ്ഡ് ആണെങ്കിൽ അവരൊക്കെ അനുസരിച്ചുള്ള വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ കുറച്ചുകൂടി പിന്നെ അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ്, ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റിൽ എത്ര കസ്റ്റമേഴ്സ് വന്ന്, എത്ര ആൾക്കാർ രജിസ്റ്റർ ചെയ്ത്, എവിടേക്ക് ഇത് വാച്ച് ചെയ്ത്, എവിടേക്ക് ഇത് കണ്ട്, വെബ്സൈറ്റിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇനി വെബ്സൈറ്റ് എപ്പോഴെങ്കിലും അപ്ഗ്രേഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അനലിറ്റിക്സ് ആൻഡ് റിപ്പോർട്ടിംഗ് സെക്ഷൻസിലാണ് നമ്മൾ അറിയിച്ചു കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ സൈറ്റ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് പിന്നെ ടീം കൊളാബറേഷൻ ഫീച്ചേഴ്സ്, കസ്റ്റം ഡൊമൈൻസ്. അതായത് ഇനി പെയ്ഡ് സെക്ഷൻസിലോട്ട് വരുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഇതൊക്കെ. അതായത് നമുക്ക് ഫ്രീ വെർഷൻസിൽ കിട്ടില്ല, മോർ മന്ത്ലി ക്രെഡിറ്റ്സ് ഉണ്ട്. അത് മന്ത്ലി നമുക്ക് ഒരു 100 ക്രെഡിറ്റ്സിൻ്റെ അടുത്ത് 5 ക്രെഡിറ്റ്സ് ആയിരുന്നു നമുക്ക് നോർമലി കിട്ടിയിരുന്നത്. ഒരു 100 ക്രെഡിറ്റ്സിൻ്റെ അടുത്ത് നമുക്ക് മന്ത്ലി അവൈലബിലിറ്റി കിട്ടും. പിന്നെ കസ്റ്റം ഡൊമൈൻസിൽ നമുക്ക് എന്താണ് നമ്മുടെ ഇഷ്ടമൊക്കെ, ഡൊമൈൻ എന്ന് പറഞ്ഞ പേര്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ വേണ്ടി കാണാൻ വേണ്ടി പറ്റും എൻ്റെ സൈറ്റിൽ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻസ് ഉണ്ടാവും. സൈറ്റ് ഇവിടെ ലോഞ്ച് ചെയ്ത് തരാം. പബ്ലിഷിൽ പോയി ഇവിടെ ഈ ഒരു അപ്പാരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലൈവ് പ്രിവ്യൂസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ Craze.ai മാർക്കറ്റിംഗ് hub.lovable.app എന്നാണ് ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ സാധാരണ നിങ്ങൾ എന്തൊക്കെയാണ് .com.net അല്ലെങ്കിൽ .edu, ഓക്കെ, എഡ്യൂക്കേഷനിലാണെങ്കിൽ edu, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റില്ല. ഇവിടെ lovable.app എന്ന് പറഞ്ഞിട്ടാണ് എക്സ്റ്റൻഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റൻഷൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് .com ആക്കാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റം ഡൊമൈന് നിങ്ങൾക്ക് നേരെ പോയിട്ട് GoDaddy എന്നൊക്കെ പറഞ്ഞ സൈറ്റുകളുണ്ട്. ആ സൈറ്റിൽ പോയിട്ട് ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്ത് ആ പർച്ചേസ് ചെയ്ത ഡൊമൈൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ കസ്റ്റം ഡൊമൈൻസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്.
ആഡ് എക്സിസ്റ്റിംഗ് ഡൊമൈൻസിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഡൊമൈൻസിൽ നമുക്ക് വേണ്ടി വർക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ബില്ലിംഗ് പ്ലാൻസിലൊക്കെ പോകാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിന് അതിന്റെ ആവശ്യമില്ല, കാരണം ഇവർ നല്ല SEO ആണ് ചെയ്യുന്നത്. അപ്പോൾ .com എന്ന് പറഞ്ഞ ഒരു സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത് വേൾഡ് വൈഡിലുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സെക്ഷൻസ് ആണ് .com എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും വെബ്സൈറ്റ്സും കാര്യങ്ങളും അതിൽ ഓൾറെഡി ലോഞ്ച്ഡ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഈ ഒരു എക്സ്റ്റൻഷനിലാണെന്നുണ്ടെങ്കിൽ അത് കുറവായിരിക്കും, നോർമലി കുറവായിരിക്കും കമ്പയർ വിത്ത് അതർ ഡൊമൈൻ എക്സ്റ്റൻഷൻസ്. lovable.app is very rare. ഓക്കെ, അപ്പോൾ അത് SEOസിൽ ഗൂഗിളിന് ക്രോളിംഗ് ഒക്കെ നടത്തുമ്പോൾ ഗൂഗിളിന് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. SEO ബൂസ്റ്റ് ചെയ്യാൻ നല്ല കൂടുതൽ ബെനിഫിറ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ് പിന്നെ കസ്റ്റം ഡൊമൈൻസ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. നെക്സ്റ്റ് സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ ടീം എന്റർപ്രൈസസ് പ്ലാനും കൂടി ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ബിഗിനർ ലെവലിൽ നമ്മൾ അപ്രോച്ച് ചെയ്തു, പിന്നെ അതിനെ കുറച്ചും കൂടി ഒന്ന് പ്രോ സീരീസിലോട്ട് മാറ്റി. നമ്മളൊരു എന്റർപ്രൈസസ് പ്ലാൻ ആണ്. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി നേരത്തെ ഒരു ഫേം തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഒരു ഏജൻസി ഇതൊരു ബിൽഡ് ചെയ്ത് കമ്പനിയൊക്കെ ആക്കണം എന്നുള്ള ആഗ്രഹം. അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻസും ഇവർക്ക് അവൈലബിൾ. ഓക്കെ, അപ്പോൾ സ്പീഡ് അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. സ്പീഡ് ഇറ്റ് ക്യാൻ ബി ബിൽഡ് ആപ്പ് മച്ച് ഫാസ്റ്റർ ദാൻ ട്രഡീഷണൽ കോഡിംഗ് മെത്തേഡ്, പെർഫെക്റ്റ് ഫോർ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്. അപ്പോൾ സ്പീഡ് കൂടുതലാണ്, പിന്നെ ട്രഡീഷണൽ മെത്തേഡിനെക്കാട്ടി കൂടുതൽ ഫാസ്റ്റ് ആണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ആക്സസിബിലിറ്റി, എവിടെ വേണമെങ്കിലും പോയിട്ട് ആക്സസ് ചെയ്യാം, ലൈക്ക് മൊബൈലിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. പിന്നെ കോഡ് ഓണർഷിപ്പ്, യുവർ ഓൺ കസ്റ്റമൈസ് ആൻഡ് ജനറേറ്റർ കോഡ്. അതായത് നിങ്ങളെ കോഡിന്റെ ഓണർ നിങ്ങൾ തന്നെയാണ്. വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം, മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരാൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നിങ്ങളെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഡ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. വേറെ ആൾക്ക് നിങ്ങളെ അക്കൗണ്ടും പാസ്വേഡും അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് എഡിറ്റ് ചെയ്യാം, പക്ഷെ നോർമലി ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട്. Limitation on complexity. While the great for straightforward project and prototype, it may struggle with the highly unique designs of complex customer feature and require manual coding. അതായത് അത്രയും വലിയൊരു പ്രൊജക്റ്റ് ഒക്കെ, വലിയൊരു ഹെവി പ്രൊജക്റ്റ്, ഇപ്പോൾ ഗൂഗിളുമായിട്ട് ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ കുറെ മാനുവൽ കോഡിങ് അത്യാവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പെർഫെക്റ്റ് കോഡറായിട്ട് മാറണം. അപ്പോൾ നമ്മളതല്ല ഉദ്ദേശിക്കുന്നത്. ഇത് എന്നാൽ ഇതത്ര വലിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇപ്പോൾ ഫേസ്ബുക്ക് ഒക്കെ ഒരു വലിയ ഹെവി പ്രൊജക്റ്റ് ആണ്. അപ്പോൾ അത്ര വലിയൊരു പ്രൊജക്റ്റ് ഒന്നും ക്ലയൻസിന് ആവശ്യം ഉണ്ടാവില്ല. നോർമൽ ക്ലയൻസിന് അത്രയും വലിയ പ്രൊജക്റ്റ് ഒന്നും ആവശ്യം ഉണ്ടായിരുന്നു വരില്ല. പിന്നെ ലേണിംഗ് കർവ് ഫോർ സം യൂസേഴ്സ് ഹാവ് റിപ്പോർട്ടഡ് ദാറ്റ് ബിൽഡിംഗ് കോംപ്ലക്സ് ഫീച്ചർ ചലഞ്ചിങ് ഇറ്റ്സ് എ സോളിഡ് പ്രോംപ്റ്റ്. അതായത് ഇത് നിങ്ങൾ കറക്റ്റ് പ്രോംപ്റ്റ് എഴുതിയെന്ന് വിചാരിക്കുക, പക്ഷെ ഇതേമാതിരി ഫേസ്ബുക്ക് ഒക്കെയാണ് നിങ്ങൾ പ്രോംപ്റ്റിൽ അതിനിടെ വെബ്സൈറ്റിലേക്ക് ഫേസ്ബുക്ക് പറഞ്ഞിട്ട് പ്രോംപ്റ്റ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കുറേ കാര്യങ്ങൾ നടന്നെന്ന് വരില്ല. കാരണം ഫേസ്ബുക്കിൻ്റെ ഒക്കെ ബാക്ക് എൻഡിൽ അത്രയും മൾട്ടിപ്പിൾ ഇൻറ്റഗ്രേഷൻസ് നടക്കുന്നുണ്ട്, വേറെ കുറേ കാര്യങ്ങളായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് മെറ്റാവേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോഫി ഷോപ്പിന് വെബ്സൈറ്റ് ഉണ്ടാക്കുക, ഒരു ടെക്സ്റ്റൈൽസിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ നിങ്ങളെ പിന്നെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ലോഞ്ചിങ്ങിൻ്റെ വെബ്സൈറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കൊരു സർവീസ് വെബ്സൈറ്റ് ഉണ്ടാക്കണം, നിങ്ങളൊരു കോൺട്രാക്ടറാണ്, ആ കോൺട്രാക്ടറിൻ്റെ വെബ്സൈറ്റ് വേണം, ആ വെബ്സൈറ്റ് ഉണ്ടാക്കണം. അപ്പം അങ്ങനത്തെ വെബ്സൈറ്റ് ഒക്കെ ഒരു മാക്സിമം ഒരു 1 lakh വരെ വരുന്ന വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. FB എന്നൊക്കെ പറഞ്ഞാൽ, ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞാൽ അത് $multi-million പ്രൊജക്റ്റാണ്. അതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത സെക്ഷൻസിൽ ജെമിനിയോട് ആസ്ക് ചെയ്യാം. planning
to make a YouTube tutorial for this website. Explain all the my audience. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. എനിക്ക് എന്തൊക്കെ വേണം, അങ്ങനെ യൂട്യൂബ് ചാനൽ ട്യൂട്ടോറിയൽസ്, പിന്നെ ഈ വെബ്സൈറ്റ് റിലേറ്റഡ് ആയിട്ട് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിനുള്ള എല്ലാ കോണ്ടന്റ്സും എനിക്ക് വേണം. ജസ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കും. Here is a detailed script and content plan for YouTube tutorial in the ഇപ്പോൾ കണ്ടില്ലേ, അവരതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ടൈറ്റിൽസ് അടക്കം തന്നിട്ടുണ്ട്. തംബ്നെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇമേജ് ആയിട്ട് വിസിബിൾ ആകുന്ന സംഭവമുണ്ട്. യൂട്യൂബ് പോയി ചാനലൊക്കെ പോയി കണ്ടില്ലേ, ഇവിടെ ഫസ്റ്റ് വിസിബിൾ ആകുന്ന ഒരു സംഭവമാണ്. ആക്ച്വലി ഈ ഒരു സംഭവം ഞാൻ എസ് ചെയ്തിട്ട് ഇതാണ് തംബ്നെയിൽസ് പറഞ്ഞ സംഭവം. ഇതാണ് എക്സ്റ്റേണൽ ആയിട്ട് AI വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് ആണ്. ഇമേജ് ആണ് നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ഓഫ് ദി വീഡിയോ ആയിട്ട് കൊടുക്കും തംബ്നെയിൽസ് എന്ന് പറയാം. ഇപ്പോൾ തംബ്നെയിൽസിന്റെ ഡീറ്റെയിൽസ് അവർ തന്നിട്ടുണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ ഷോയിങ് എ സിമ്പിൾ പ്രോംപ്റ്റ് ബിൽഡ് എ സോഷ്യൽ മീഡിയ ആപ്പ്. അപ്പോൾ എനിക്ക് ഈ തംബ്നെയിൽസ് ഇവിടുന്ന് ഡയറക്റ്റ്ലി കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒരു ഏതെങ്കിലും ഒരു AI ജനറേറ്റഡ് ഇമേജ് ജനറേഷൻ ആയിട്ട് പോവാം. അപ്പോൾ ഞാൻ അതിനിവിടെ യൂസ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻസ് ആണ്. കുറേ പേർക്ക് അറിയാമായിരിക്കും ക്യാൻവ. അപ്പോൾ ക്യാൻവ ഒരു ഡിസൈനിങ് ടൂളാണ്. ഈസിയാണ്, സിമ്പിളാണ്. മൊബൈല് ടാബ്ലറ്റ്സിനൊക്കെ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. ഇതൊക്കെ എൻ്റെ പ്രൊജക്റ്റുകളാണ്. ഞാൻ ഓൾറെഡി ക്യാൻവ വെച്ചിട്ട് മേക്ക് ചെയ്ത പ്രൊജക്റ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്രിയേറ്റ് ഒരു പ്രൊജക്റ്റ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു പ്രസൻറ്റേഷൻ, അതായത് ഒരു ബ്ലാങ്ക് പേജ് ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് any other software we will do that. എന്നിട്ട് നമ്മളിവിടെ വലുതായിട്ട് പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. മാജിക് മീഡിയ എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോൾ കിട്ടിയ പ്രോംപ്റ്റ് അല്ലേ, ആ പ്രോംപ്റ്റ് കൊണ്ട് പേസ്റ്റ് ചെയ്യും. ഇങ്ങനെ ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളെ തംബ്നെയിൽസ് എങ്ങനെയാണ് ഉള്ളത്. കണ്ടോ, ഇപ്പോൾ ഇങ്ങനത്തെ തംബ്നെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് ഈ തംബ്നെയിൽസ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടിപൊളി ഡിസൈൻ അല്ലേ, നല്ല ഔട്ട്പുട്ടാണ്. അപ്പോൾ ബിൽഡ് എ സോഷ്യൽ മീഡിയ ആപ്പ് വിത്ത് യൂസർ പ്രൊഫൈൽസ്. ഓക്കെ, അതിൻ്റെ എംബ്ലോക്ക് ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നോ കോഡിംഗ് എക്സ്പീരിയൻസ് പോലെ കോഡിംഗ് നോളജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് പിന്നെ ഒരു ടെംപ്ലേറ്റ്സ് മാതിരി ചെയ്യാം, നല്ലൊരു വിഷ്വൽസ് കിട്ടും. വിത്തൗട്ട് കോഡിംഗ് നോളജ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് ഇവിടെ കൊടുക്കും. ഇതാണ് എൻ്റെ ടോപ്പിക്സ്.
ഓക്കെ, അടിപൊളിയല്ലേ? അപ്പൊ ഇങ്ങനെയാണ് AI വെച്ചിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തന്നു. ക്യാൻവ ടൂൾ എന്ന് പറഞ്ഞ ടൂളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജിനെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിനോട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ, ഇതിപ്പോൾ നമ്മൾ തംബ്നെയിൽസ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വെബ്സൈറ്റിന്റെ ഹോം പേജ് ഈ ഒരു ഇമേജ് വരണം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വെബ്സൈറ്റിന്റെ ഹോം പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടി പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് AI ബേസ്ഡിൽ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്ത് വരാമെന്ന് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, യൂട്യൂബ് ആൽഗോരിതം ഫോളോ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക കേട്ടോ.